നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ രാത്രി ആകാശത്തേക്കൊന്ന് നോക്കാൻ ശ്രമിക്കുക. 1-2 മിനിറ്റോളം കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണ് ആ ഇരുട്ടിനോട് അഡ്ജസ്റ്റ് ആവുകയും നിങ്ങൾക്ക് ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു നിമിഷത്തിൽ ഒരുപാട് നക്ഷത്രങ്ങൾ ആകാശത്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ മിക്കവരും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വഴിയില്ല. അങ്ങനെ ഈ നക്ഷത്രങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുക ഇതെല്ലാം ഒരിടത്ത് അനങ്ങാണ്ട് നിൽക്കുന്നത് പോലെ ആയിരിക്കും. എത്ര നേരം നമ്മൾ ആകാശത്ത് നോക്കി നിൽക്കുകയാണെങ്കിലും ഈ നക്ഷത്രങ്ങൾ അവിടുന്ന് അനങ്ങുന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് ശരിക്കും ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഇൻ റിയാലിറ്റി ഈ നക്ഷത്രങ്ങളെല്ലാം നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരുപാട് വേഗതയിൽ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ നക്ഷത്രങ്ങൾ ഒരു റാൻഡം ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് പോകുന്നതല്ല. എന്തോ അദൃശ്യമായിട്ടുള്ള ഒരു പ്രതിഭാസം ഇതിനെല്ലാം ഒരൊറ്റ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതും ഈ അദൃശ്യമായ പ്രതിഭാസങ്ങളായിക്കോട്ടെ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തത്രയും ദൂരത്ത് നിന്നാണ് ഈ സ്റ്റാറുകളെല്ലാം ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നത് നക്ഷത്രങ്ങളെ മാത്രമാണ്. എന്നാൽ അതിനുള്ളിൽ തന്നെ ഒരുപാട് ഗാലക്സികളുണ്ട്. പറയുകയാണെങ്കിൽ ബില്യൺസ് ഓഫ് ഗാലക്സികളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പക്ഷേ ഈ ഗാലക്സിയിൽ നിന്നുള്ള ആ ഒരു ലൈറ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് എത്താത്തത് കൊണ്ടാണ് നമുക്ക് അതിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തത്. എന്നാൽ ഈ നക്ഷത്രങ്ങളോടൊപ്പം തന്നെ ഈ ഗാലക്സികളും ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു അജ്ഞാതമായിട്ടുള്ള ആ ഒരു പ്രതിഭാസം, ആ അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി, അതിനെയാണ് ശരിക്കും നമ്മൾ ദ ഗ്രേറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം രാത്രി സമയങ്ങളിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് എത്ര അധികം മനോഹരമായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. പ്രപഞ്ചം എന്ന് പറയുന്ന ഈ ഒരു സ്പേസിനെ പറ്റി നമുക്കറിയാവുന്ന അറിവെന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. 1920കളിൽ എഡ്വിൻ ഹബിൾ ആണ് ഈ ഒരു ഞെട്ടിക്കുന്ന റിയാലിറ്റി ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ പിന്നെ ഹ്യൂമാനിറ്റി യൂണിവേഴ്സിനെ കാണുന്ന രീതി തന്നെ വളരെയധികം ഡിഫറെന്റ് ആയിരുന്നു. ഇദ്ദേഹം വന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ സ്റ്റാറുകളും ഗാലക്സികളും എല്ലാം ഒരു സ്ഥലത്തേക്ക് ഇനി നീങ്ങി പോകുന്നതല്ല, പകരം നമ്മുടെ യൂണിവേഴ്സ് തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രതിഭാസം കാണാൻ കഴിയുന്നത്, ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം അച്ചീവ് ചെയ്തത്. അതോടൊപ്പം ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമാണ്, ദൂരെ കിടക്കുന്ന ഗാലക്സികളെല്ലാം വളരെയധികം വേഗത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തെടുക്കുന്ന ഗാലക്സികളെല്ലാം വളരെ സ്ലോ ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഹബിൾ സ്ലോ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റഡി വന്നേ പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ലോകം മുഴുവനും ഈ ഒരു കാര്യമായിരിക്കാം ശരി എന്നുള്ളൊരു പോസിബിലിറ്റിയിലാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ശാസ്ത്രം എന്ന് പറയുന്നത് ഫാക്റ്റുകളുടെയും കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള പഠനമായതുകൊണ്ട് തന്നെ അത് എപ്പോൾ വേണമെങ്കിലും മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇന്നത്തെ ശാസ്ത്രമല്ല നാളത്തെ ശാസ്ത്രം. അങ്ങനെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോവുകയും ശാസ്ത്രജ്ഞന്മാർക്ക് ഒരുപാട് ആധുനികമായിട്ടുള്ള ടെക്നോളജികളും കാര്യങ്ങളെല്ലാം കയ്യിലേക്ക് കിട്ടുകയും ചെയ്തു. ഈ ആധുനിക ടെക്നോളജികളുടെ സഹായത്തോടെ ഈ ഗാലക്സികളെല്ലാം നീങ്ങിപ്പോകുന്ന ആ ഒരു വേഗത വളരെയധികം പ്രിസൈസ് ആയിട്ട് ഇവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. വേഗതയുടെ ഒപ്പം തന്നെ ഈ ഗാലക്സികൾ ഏത് ഡയറക്ഷനിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളൊരു കാര്യം അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവരുടെ ഈ ഒരു കാൽക്കുലേഷൻസിലൂടെ ഇവർക്ക് വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടെത്താൻ പറ്റിയത്. അതായത് ഹബിള് പറയുന്ന കാര്യവുമായിട്ട് ഇത് വളരെയധികം വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ചില ഗാലക്സികളായിക്കോട്ടെ വളരെയധികം വേഗത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ചില ഗാലക്സികളായിക്കോട്ടെ വളരെയധികം പയ്യാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ഗാലക്സിയുടെ ഡയറക്ഷനിലായിക്കോട്ടെ ഇവൻ സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ചിലത് ബാക്കിലോട്ട്, ചിലത് ഫ്രണ്ടിലോട്ട്. അതായത് പല ഗാലക്സികളും പല വഴിക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹബിൾ എന്താണ് പറയുന്നത്, ദൂരെ കിടക്കുന്ന ഗാലക്സികളെല്ലാം വളരെ സ്പീഡിൽ ബാക്കിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്തെടുക്കുന്ന ഗാലക്സികളെല്ലാം വളരെയധികം സ്ലോയിലായിരിക്കും എക്സ്പാൻഡ് ചെയ്ത് പോവുക എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റഡിയുമായിട്ട് യാതൊരു മാച്ചും ഇല്ലാത്ത ഡാറ്റയാണ് നമുക്ക് പുതിയതായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗാലക്സികളെല്ലാം ഈ പറയുന്ന മൂവ്മെന്റ് ഒക്കെ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ടി വരും. അതായത് എന്തൊരു അദൃശ്യമായിട്ടുള്ള ഒരു ഫോഴ്സ്, നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജി, ആ ഒരു സംഭവം ഈ ഗാലക്സികളെല്ലാം ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കരുതാം. ഇതിനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ചന്ദ്രന്റെ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ മതി. ഭൂമിക്ക് ചന്ദ്രനേക്കാൾ ഒരുപാടധികം മാസ് കൂടുതലാണ്. ഇവിടെ മാസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ ഭൂമിയുടെ ഗ്രാവിറ്റിയും അധികം കൂടുതലായിരിക്കും. ഇവിടെ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അത്യാവശ്യം കൂടുതലായതുകൊണ്ടാണ് മാസ് കുറഞ്ഞ ചന്ദ്രൻ ഈ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അതേ സിറ്റുവേഷൻ തന്നെയാണ് ഈ ഭൂമിയും ഈ സൂര്യന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ സൂര്യനും
ഈ ഗാലക്സിയുടെ നടുക്കെടുക്കുന്ന സെജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഒരു ഗാലക്സി ഫോം ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു ഗാലക്സി ഉണ്ടാവുന്നത്. അങ്ങനെ കോടിക്കണക്കിന് ഗാലക്സികളാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇത്രയും വലിയ ഗാലക്സികളെല്ലാം ഒരു സ്ഥലത്തേക്ക് നീങ്ങുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഗ്രാവിറ്റി കൂടിയ സംഭവം ഗ്രാവിറ്റി കുറഞ്ഞ സംഭവത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ഭൂമി ചന്ദ്രനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, സൂര്യൻ ഭൂമിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ പറയുന്ന ഭൂമി ചന്ദ്രനെല്ലാം ഇങ്ങനെ മോഷൻ, അതിങ്ങനെ നീങ്ങുന്നത്, അനങ്ങുന്നത്. അതേ സിറ്റുവേഷൻ തന്നെ ഇവിടെ നടക്കുന്നത്. ഇത്രയും വലിയ ഗാലക്സി പ്രപഞ്ചത്തിൽ ചുമ്മാ അനങ്ങാണ്ട് നിൽക്കുന്നതല്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെ മൂവ് ചെയ്യാൻ കാരണം എന്തോ നമുക്കറിയാൻ പാടില്ലാത്ത, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ ഒരു മാസീവ് ആയിട്ടുള്ള ബോഡി ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഈ ഗാലക്സി എല്ലാം ഇങ്ങനെ അനങ്ങാൻ കാരണം നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യം. ഗാലക്സികളുടെ മൂവ്മെന്റിനെ പറ്റി നമ്മൾ യൂണിവേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, അതായത് ലാർജ് സ്കെയിലായിട്ട് നോക്കുകയാണെങ്കിൽ, ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഗാലക്സികളെല്ലാം അനങ്ങുന്നത് എന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു പ്രതിഭാസത്തെ ലോക്കലി, അതായത് ചെറിയ സ്കെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു 10-20 ഗാലക്സിനൊക്കെ നമ്മൾ എടുത്തു നോക്കിയിട്ട് അതിന്റെ മോഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, എന്തോ മാസീവ് ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഈ ഗാലക്സികളെല്ലാം ഇങ്ങനെ നീങ്ങുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കിട്ടും. അതായത് ഒരേ ചോദ്യത്തിന് ഇവിടെ 2 പോസിബിലിറ്റീസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അവിടെയാണ് വേറൊരു കുഴപ്പം വരുന്നത്. ഈ പറയുന്ന ഗാലക്സികളെല്ലാം അനങ്ങാൻ കാരണം വിസിബിൾ ആയിട്ടുള്ള, നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന ആ ഒരു സബ്സ്റ്റൻസ് കാരണമാണോ, അതായത് വിസിബിൾ മാറ്റർ കൊണ്ട് മാത്രമാണോ, അതോ നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി, ഒരു ഫോഴ്സ് ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇങ്ങനൊരു ചോദ്യം ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഗാലക്സികളുടെ മോഷൻ ഒരു വിസിബിൾ മാറ്റർ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനും കഴിയില്ല. നമുക്കറിയാത്ത ഒരു അദൃശ്യമായിട്ടുള്ള ശക്തി അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം എന്നുള്ളൊരു കൺക്ലൂഷൻ നമുക്കിവിടെ പറയാൻ കഴിയും. ഈ ഒരു റിയലൈസേഷൻ ആണ് ഒരു പക്ഷേ ശാസ്ത്ര ലോകത്തിന്റെ തന്നെ ഏറ്റവും മികച്ച ഡിസ്കവറിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ജനിക്കുന്നത് ഈ ഒരു ചോദ്യത്തിലൂടെയാണ്. ഡാർക്ക് മാറ്ററിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഇതിന്റെ പേര് പോലെ തന്നെ ഇത് ലൈറ്റ് ഒന്നും എമിറ്റ് ചെയ്യില്ല, നമുക്ക് അതിനെ വിസിബിളി കാണാനും കൂടി കഴിയില്ല. പക്ഷേ ഇതിന് ഒരു ഗ്രാവിറ്റി ഉണ്ട്. ഈ ഒരു അദൃശ്യമായിട്ടുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണമായിരിക്കാം ഈ ഗാലക്സികളെല്ലാം അനങ്ങുന്നത് എന്നുള്ളൊരു വിശേഷണം ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ 1970-കളിൽ ശാസ്ത്ര ലോകം വീണ്ടും പുതിയൊരു ഡിസ്കവറി കണ്ടുപിടിക്കുകയാണ്. ഭൂമി ഉൾപ്പെടുന്ന മിൽക്കി വേ ഗാലക്സിയോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ഗാലക്സികൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നതായിട്ടാണ് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അതായത് ഈ ഗാലക്സികളെല്ലാം ഒരു അദൃശ്യമായിട്ടുള്ള ഫോഴ്സിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് പോലെ സ്പേസിന്റെ ഒരു വോയിഡിലേക്ക് ഇങ്ങനെ നീങ്ങി പോകുന്നതായിട്ടാണ് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ഈ ഒരു മാസീവ് ആയിട്ടുള്ള പുള്ളിനെയാണ് നമ്മൾ ഗ്രേറ്റ് അട്രാക്ടർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു പേരും വരുന്നത്. അങ്ങനെ 2014 വീണ്ടും പുതിയ ഡിസ്കവറികളൊക്കെ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ, നമ്മൾ സ്പേസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗാലക്സികൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ ഗാലക്സി ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഗാലക്സിയുടെ കൂട്ടായ്മ എന്ന് പറയാൻ പറ്റും, ഒരു ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയായിരുന്നു 2014 ഈ ഒരു സ്റ്റഡിക്ക് മുന്നേ വരെ നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഇന്ന ലൊക്കേഷനിൽ ഇന്ന ഗ്രൂപ്പ് ഓഫ് ഗാലക്സികൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഗാലക്സികളെല്ലാം ലൊക്കേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ 2014 ആ ഒരു പഠനത്തിന് ശേഷം നമ്മൾ ആ ഒരു മെത്തേഡ് അപ്പാടെ മാറ്റി. അതായത് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താ വെച്ചാൽ, ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്ന ഗാലക്സികളെല്ലാം നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്യും. അതായത് ഇപ്പോ ഈ ഒരു സൈഡിൽ നിന്ന് ഈസ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഒരുപാട് ഗാലക്സികൾ എന്ന് വിചാരിക്കുക. ആ ഗാലക്സികളെല്ലാമാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോഴാണ് നമ്മുടെ സ്വന്തം മിൽക്കി വേ ഗാലക്സിയും ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായത്. ലാനിയാക്കിയ എന്ന് പറയുന്ന ഒരു സൂപ്പർ ക്ലസ്റ്റർ, അതിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് ഗാലക്സികളുണ്ട്. അതിൽ ഒരു ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത്. അപ്പോ ഈ ലാനിയാക്കിയ എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ക്ലസ്റ്റർ, ഈ ഒരു കൂട്ടായ്മ ആയിക്കോട്ടെ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്, എന്തെങ്കിലും ഈ ഗാലക്സി, ഈ ഒരു കൂട്ടായ്മ ആ ഒരു അദൃശ്യമായിട്ടുള്ള ഫോഴ്സിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യം. അതിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റും. അതായത് ഈ അദൃശ്യമായിട്ടുള്ള ആ ഒരു ഫോഴ്സിലേക്ക് നമ്മുടെ ഗാലക്സി ക്ലസ്റ്റേഴ്സ് ഒന്നും എത്തിപ്പെടില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക.
ഇവിടെ ഈ ഗ്രേറ്റ് അട്രാക്ടർ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഇതൊരു ബ്ലാക്ക് ഹോൾ അല്ലാത്തതുകൊണ്ട് പകരം ഇതൊരു ഡാർക്ക് മാറ്ററും ഒരു ഡാർക്ക് എനർജി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിടത്തേക്ക് എത്തിപ്പെടില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റും. ഒരുപാട് കോടി ലൈറ്റ് ഇയർ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു റീജിയൻ ഓഫ് സ്പേസിനെയാണ് നമ്മൾ ഗ്രേറ്റ് അട്രാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ശാസ്ത്രം ഉപയോഗിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇന്നത്തെ ശാസ്ത്രമല്ല നാളത്തെ ശാസ്ത്രം എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഒരു ഉത്തരത്തിനും ചേഞ്ച് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലുമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കോസ്മിക് വെബ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സ് ഇങ്ങനെ സൂം ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കാണാൻ കഴിയും, ഇങ്ങനത്തെ ഒരു വിഷ്വലൈസേഷൻ കാണാൻ കഴിയും എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ ഇതിനപ്പുറം എന്തായിരിക്കും? ഇതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണോ, അതോ ഇതൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള, അതായത് ഇതിന്റെ ഒരു ബൗണ്ടറി ഉണ്ടോ? നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു ബൗണ്ടറി ഉണ്ടോ? ബിഗ് ബാങ് എന്ന ഒരു പ്രതിഭാസത്തിന് മുമ്പ് നമ്മുടെ യൂണിവേഴ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മനുഷ്യർക്ക് ഒരിക്കലും കൺസീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ശരിക്കും ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. കാരണം ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ കൂടി പറ്റില്ല. ഇപ്പോൾ എൻ്റെ ശരീരത്തിന്റെ ഒരു സെല്ലിനെക്കാളും ചെറുതായിരിക്കും നമ്മുടെ ഭൂമിയുടെ സൈസ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ ജീവിക്കുന്ന ഒരു സിവിലൈസേഷൻ മാത്രമാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനെയാണ് നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മുടെ ടെക്നോളജിക്കൽ ക്യാപ്പാണ് ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രമാണ് എല്ലാം, ശാസ്ത്രത്തിനെ എല്ലാം കഴിയുള്ളൂ എന്നുള്ള ഒരു അഹങ്കാരം ശരിക്കും തെറ്റായിട്ടുള്ള ഒരു കൺസെപ്ഷൻ തന്നെയാണ്. ഗ്രേറ്റ് അട്രാക്ടറിനെ പറ്റി ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.